രാധേ രാധേ. എൻ്റെ ചാനൽ കാണുന്ന അമ്മമാരുടെയും കുഞ്ഞനുജത്തിമാരുടെയും നിർബന്ധപ്രകാരമാണ് ഈ വീഡിയോ. കേരളത്തിലെ അമ്മമാരുടെയും കുഞ്ഞനുജത്തിമാരുടെയും ഹീറോ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അല്ല, RSSകാരാണ്. ഇവരെ ആരാണ് RSSകാരാക്കിയതെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ പ്രധാന പങ്ക് കേരളത്തിലെ ചാനലുകാരാണ്, പ്രത്യേകിച്ചും സ്ത്രീകളായ അവതാരകരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവർ നിരന്തരം വന്നിരുന്ന ചാനലിൽ RSS എന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? RSS എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ചില അമ്മമാര് ഗൂഗിളിൽ അടിച്ചു നോക്കി, ചിലരാകട്ടെ യൂട്യൂബിനെ ആശ്രയിച്ചു. അങ്ങനെ യൂട്യൂബ് അവരെ വളരെയധികം സഹായിച്ചു. പിന്നെ ഇവർ അമ്പലങ്ങളിൽ പോകും. അമ്പലങ്ങൾ പലതും RSSന്റെ കയ്യിലാണ്. അവിടെ വെച്ച് അവർ കൂടുതൽ RSSനോടടുത്തു. എൻ്റെ ചാനൽ കാണുന്ന 50 വയസ്സ് കഴിഞ്ഞ ഹിന്ദു സ്ത്രീകളും 17നും 25നും ഇടയ്ക്ക് പ്രായമുള്ള ഹിന്ദു സ്ത്രീകളും ആരാകുന്നു? RSSന്റെ കടുത്ത ആരാധകരാണ്. അതായത് ഹിന്ദുക്കളുടെ രക്ഷകര് BJP അല്ല, RSS ആണെന്നാണ് അവർ കരുതുന്നത്. പിന്നെ മോദിയും RSS ആണെന്ന് അറിഞ്ഞതോടെ അവർക്കതൊരു ആവേശമായി. ഒരമ്മ ഗുരുവായൂർ വെച്ച് പറഞ്ഞു, മോനെ അവർ വേറെ എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആല് മുറിക്കാൻ വന്നപ്പോൾ RSSകാർ ഇടപെട്ടത് കൊണ്ടാണ് അതില്ലാതായത്. അതായത് അവർ ബുദ്ധിജീവികളല്ല, സൈദ്ധാന്തികരല്ല. വയസ്സുകാലത്ത് ഭഗവാനും അമ്പലങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നവരവരുടെ ശത്രുക്കളും അതിൻ്റെ രക്ഷകരായി വരുന്ന RSSകാർ അവർക്ക് ഈശ്വര തുല്യരുമാണ്. അതുകൊണ്ട് ഈ അമ്മമാർ എന്നോട് പറഞ്ഞു, മോൻ പറയണം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന RSSകാർക്കുണ്ടെന്ന് പറയണം. അനുജത്തിമാര് പറഞ്ഞു, ഈ കുഞ്ഞനുജത്തിമാരുടെ പ്രാർത്ഥന RSSകാർക്കുണ്ടെന്ന് സാറ് പറയണം. ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗങ്ങളുമില്ല അവതരിപ്പിക്കാനായിട്ട്. അതേ, എൻ്റെ ചാനൽ കാണുന്ന അമ്മമാരുടെയും കുഞ്ഞനുജത്തിമാരുടെയും അവരുടെയൊക്കെ പ്രാർത്ഥനയും അതോടൊപ്പം 100 വർഷം തികയ്ക്കുന്ന RSSകാർക്ക് അവരുടെ പിറന്നാൾ ആശംസകൾ, ഒപ്പം എൻ്റെയും പിറന്നാൾ ആശംസകൾ.